അല്ല, ഞങ്ങള് അൺകണ്ടീഷണൽ ആയിട്ടാണ് അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നത്. പക്ഷെ ഒരു കാര്യം ദേശീയ നേതൃത്വവും KPCC പ്രസിഡന്റും ഞാനും പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തെ പുറകിൽ നിർത്തില്ല, മുമ്പിൽ നിർത്തും. അല്ല, അതൊന്നും അതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്തു. കാണാനിരിക്കുന്ന പൂരം പറഞ്ഞറിയിക്കണ്ട. നിങ്ങൾ ഒരു കൊല്ലം കഴിയുമ്പോൾ എന്നോട് ചോദിച്ചു തൃശ്ശൂർ വരുമ്പോൾ. തീർച്ചയായിട്ടും ഗുണം ചെയ്തിട്ടുണ്ട്. ഇപ്പം എല്ലാവരും സമ്മതിച്ചല്ലോ, അവിടുത്തെ ഭൂരിപക്ഷം കണ്ടില്ലേ. അതെല്ലാതിൻ്റെ ഘടകങ്ങളാണ്, ഒരുപാട് ഘടകങ്ങളാണ്. ഞങ്ങൾ എപ്പോഴും BJPയിൽ നിന്ന്, കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് ആൾ പോകും. അപ്പോൾ CPM എപ്പോഴും കളിയാക്കിക്കൊണ്ടിരിക്കും. BJPയിൽ നിന്ന് കോൺഗ്രസിലേക്ക് ആൾ വന്നപ്പോൾ ഏറ്റവും കൂട്ടക്കരച്ചിൽ എവിടെ നിന്നായിരുന്നു? BJPയുടെ ക്യാമ്പിൽ നിന്നല്ലായിരുന്നു, കൂട്ടക്കരച്ചിൽ CPMന്റെ ക്യാമ്പിൽ നിന്നായിരുന്നു. എന്തൊരു സങ്കടമാണ്. ഇപ്പം തന്നെ കണ്ടില്ലേ, BJPക്ക് വോട്ട് പറഞ്ഞപ്പോൾ എന്തൊരു വിഷമം. ഈ പറയണതിന് നേരത്തെ എന്താ പറയുന്നത്? വടകര പാലക്കാട് ഡീലാണെന്ന് പറഞ്ഞു. ശരിയാണോ? അതായത് വടകര ഞങ്ങളെ ജയിപ്പിച്ച് പാലക്കാട് BJPക്ക് കൊടുക്കാനുള്ളതെന്ന് പറഞ്ഞു അല്ലേ? അപ്പം ഞങ്ങൾ വടകരയിൽ 1.25 ലക്ഷം വോട്ട് ജയിച്ചു, ഇവിടെ 18,000 വോട്ട് ജയിച്ചു. അതെന്ത് ഡീല? അതൊക്കെ പറഞ്ഞവരെ അതിൻ്റെ മറുപടി പറഞ്ഞിട്ട് പോകണം. മറുപടി വെറുതെ വഴിയിൽ പറഞ്ഞിട്ട് പോരുത്. വടകര പാലക്കാട് ഡീലായിരുന്നു BJPയും CPM കോൺഗ്രസും തമ്മിൽ എന്ന് പറഞ്ഞവർ അതിൻ്റെ ഉത്തരം പറഞ്ഞിട്ട് പോകണം. അവരിൽ CPM അറിയായിരുന്നു 3-ാം സ്ഥാനത്താണ്. പിന്നെ CPM BJPയെ ജയിപ്പിക്കാനാണെന്ന് ഞാൻ പറയില്ല, കോൺഗ്രസിനെ UDFനെ തോപ്പിക്കാനാണ് നോക്കിയത്. എൻ്റെ അർത്ഥം BJP ജയിച്ചു വരുമെന്ന്. അതാണ് അവസാനം വരെ ശ്രമിച്ചത്. എന്തെങ്കിലും ഒരു അറ്റാക്ക് CPM നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് BJPക്കെതിരെ ഉണ്ടായിരുന്നു. എന്തെങ്കിലും ഞങ്ങൾക്കെതിരായിട്ട് കത്ത് വിവാദം ഉണ്ടാക്കി, റെയ്ഡ് വിവാദം ഉണ്ടാക്കി, പെട്ടി വിവാദം ഉണ്ടാക്കി, സ്പിരിറ്റ് വിവാദം ഉണ്ടാക്കി, സന്ദീപ് വാര്യർ വിവാദം ഉണ്ടാക്കി, പരസ്യ വിവാദം ഉണ്ടാക്കി. 6 കാര്യങ്ങൾ ഉണ്ടാക്കി. 6 കാര്യവും തിരിച്ചടിച്ചു. 6 കാര്യം ഉണ്ടാക്കിയത് ഞങ്ങൾക്കെതിരെയാണ്. 3-ാം സ്ഥാനം ഉറപ്പിച്ചിട്ട് 1-ാം സ്ഥാനത്ത് വരുന്ന ഞങ്ങൾക്കെതിരെയായിരുന്നു അറ്റാക്ക്. അത് ആരെ ജയിപ്പിക്കാനായിരുന്നു? ഞാൻ ഒക്കെ പറയുന്നത് തെളിവ് സഹിതമാണ്. വടകര പാലക്കാട് ഡീൽ എന്ന് പറയുന്ന തമാശ തന്നെ 7 നിലയിൽ ചീറ്റി വീണില്ലേ? പറയണം. വടകര പാലക്കാട് ഡീലാണെന്ന് പറഞ്ഞ മുഴുവൻ നേതാക്കന്മാരും മറുപടി പറയണം. അല്ല, ഞങ്ങള് അൺകണ്ടീഷണൽ ആയിട്ടാണ് അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നത്. പക്ഷെ ഒരു കാര്യം ദേശീയ നേതൃത്വവും KPCC പ്രസിഡന്റും ഞാനും പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തെ പുറകിൽ നിർത്തില്ല, മുമ്പിൽ നിർത്തും. അല്ല, അതൊന്നും അതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്തു. കാണാനിരിക്കുന്ന പൂരം പറഞ്ഞറിയിക്കണ്ട.